ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ധ്യാനത്തിലിരിക്കുന്ന ഏലിക്കുട്ടി എന്ന് പറയുന്ന ചേച്ചി മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ചേച്ചിക്ക് ദൈവം ഒരുപാട് സൗഖ്യങ്ങൾ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ദൈവം കൊടുത്തിരിക്കുകയാണ്. ചേച്ചിക്ക് ലഭിച്ച അത്ഭുത സൗഖ്യം ചേച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. എനിക്ക് 32 വർഷമായി നടുവേദനയായിട്ട്. ഞാൻ ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ബെൽറ്റ് വേണമായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് ബെൽറ്റ് എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി. ശരീരത്തിനൊക്കെ ഒത്തിരി സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് കഴുത്ത് അനക്കാൻ മേലായിരുന്നു. ഈ ബെൽറ്റ് ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. നടക്കാം, പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂ ഇരിക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് കിടക്കണം എപ്പോഴും, ഇതുപോലെ കുത്തിയിരിക്കാൻ മേലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ബെൽറ്റ് ഇല്ലാതെ. പിന്നെ എനിക്ക് കഴുത്ത് വേദനയാണ്. കഴുത്ത് ഇങ്ങനെ ഉയർത്താൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനെ ഒന്നും ആകില്ലായിരുന്നു. തേയ്മാനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഫ്രീ ആയി. ഞാൻ ഒരു ശരീരത്തിന് നല്ലൊരു സൗഖ്യമാണ് കിട്ടിയത്. ഞാൻ വന്നത് എനിക്ക് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാണ്. അപ്പോൾ ആളുടെ മദ്യപാനം മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. പക്ഷേ എനിക്കൊത്തിരി സൗഖ്യം ദൈവം തന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ 32 വർഷമായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു. ബെൽറ്റ് ഇട്ടാണ് ബലക്കുറവുണ്ടായിരുന്നു. ഓരോ രോഗങ്ങളായിട്ട് വന്നതാണ്. പക്ഷേ ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ദൈവം തൊട്ടു. ബെൽറ്റ് എടുക്കാൻ ചേച്ചി മറന്നുപോയി. അപ്പോൾ ചേച്ചി പക്ഷേ ഇവിടെ വന്നപ്പോൾ ദൈവം സൗഖ്യപ്പെടുത്തി. ഇപ്പോൾ കൈയൊന്നും പൊക്കാൻ സാധിക്കില്ലായിരുന്നു അല്ലേ? മറ്റൊരു കൈയുടെ സഹായത്തോടെയാണ് ഒരു കൈ പൊക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ചേച്ചിക്ക് കൈ പൊക്കാം അല്ലേ? ഒന്ന് അപ്പോൾ 2 കൈയും ചേച്ചിക്ക് ഉയർത്താൻ സാധിച്ചു. ദൈവം വലിയൊരു അത്ഭുതം, രോഗസൗഖ്യം ചേച്ചിക്ക് നൽകിയിരിക്കുകയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. കണ്ണൂർ കേളകത്ത് നിന്നുള്ള ടോണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം. ഈ ആഴ്ച ടോണിയുടെ ധ്യാനം കൂടുകയാണ്. ടോണിക്ക് ലഭിച്ച ഈ ഒരു രോഗസൗഖ്യം ഇപ്പം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ടോണി. ഞാൻ കണ്ണൂർ കേളവടക്കത്തോട് നിന്ന് വരുന്നു. വർഷങ്ങളായിട്ട് നടുവേദന കാരണം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 4-5 കൊല്ലം മേലെയായി. ഹോസ്പിറ്റൽ വഴി 2 വട്ടം നേരെ കൊണ്ട് ചെക്കപ്പ് ചെയ്തു. ഫിസിയോതെറാപ്പി ചെയ്തതാണ്, അക്യുപ്രഷർ എല്ലാം ചെയ്തതാണ്. പക്ഷേ ആ നേരത്തെ ഒരു സൗഖ്യം മാത്രം അല്ലാണ്ട് വേറെ കൂടുതൽ ഇതൊന്നും ഇല്ലായിരുന്നു. വീണ്ടും പഴയ അവസ്ഥ തന്നെ ആവുക. കട്ടിലേക്ക് കിടക്കുമ്പോൾ പോലും വേദന കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. മുട്ടായി കുത്തി നിൽക്കാൻ പറ്റില്ല. താഴെ നിന്ന് ഇരുന്ന് എടുക്കുമ്പോഴൊക്കെ ഷോക്ക് അടിക്കുന്ന പോലെ നടുവിന് വേദന കാരണങ്ങളായിട്ട് അങ്ങനെ അത്രമേലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരുന്നു. ചൊവ്വാഴ്ച രോഗീ സൗഖ്യത്തിൽ എനിക്ക് ഇവിടുന്ന് സൗഖ്യം ലഭിച്ചു. ഇപ്പം മുട്ടക്കുത്തി നിൽക്കുന്നതിന് പോലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ടോണി ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഇത് ജോലി മേഖലയിലൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതാണ്. കാരണം വർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് പറ്റൂലായിരുന്നു. അത്രമേലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടർമാരെന്താണ് ഇതിന് കാരണം പറഞ്ഞത്? അവർ ഇത് പിന്നെ ഡിസ്കിൻ്റെ വിഷയമാണ്. അത് പിന്നെ അങ്ങനെ ജോയിൻറ്റ് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന പിന്നെ ഇതാണെന്നാണ് പറഞ്ഞത്. അത് ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റം വരുമെന്നല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ എന്തെങ്കിലും പ്രത്യേക അനുഭവം ആ സമയത്ത്, ഇന്നലെ ആരാധന സമയത്താണ് സൗഖ്യം ലഭിക്കുന്നത് അല്ലേ? എന്തെങ്കിലും അനുഭവം ഫീൽ ചെയ്തായിരുന്നോ? കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഫീൽ ചെയ്തു? ഫീൽ ചെയ്തു. ആ സമയത്ത് ബ്രദർ അവിടെ വിളിച്ചു പറഞ്ഞിരുന്നു ആരെങ്കിലും? വിളിച്ചു പറഞ്ഞു. പിന്നെ ജോസഫ് ബ്രദർ പിന്നെ ആ നേരത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ ആ നേരത്തെ തന്നെ സാക്ഷി പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഒരു ദിവസം പൂർത്തി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഇന്നലെ പിന്നെ കിടന്നുറങ്ങുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കട്ടിലെ കിടക്കുമ്പോൾ പോലും, കാരണം ഈ ഷോൾഡർ ഇവിടുന്ന് ഈ മേലെ വരെ എനിക്കിങ്ങനെ വേന കയറി വരും. ഈ ആദ്യമായിട്ടാണോ ഡിവൈനിൽ ധ്യാനം കൂടാൻ വരുന്നത്? ഡിവൈനിൽ ആദ്യമായിട്ടാണ് ധ്യാനം കൂടുന്നത്. ഡിവൈനിൽ ആദ്യമായി വന്ന് ധ്യാനം കൂടുന്നു. 2-ാം ദിവസം തന്നെ ദൈവം തൊട്ടു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യവാനായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ്. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.